ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രമായ JSK എന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ് വരുന്നത്. സോ ഈ പടത്തിനെ കുറിച്ച് റിവ്യൂ പറയുന്നേക്കാൾ മുമ്പ് എനിക്ക് പറയാനുള്ളത് JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അല്ലെങ്കിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്തുകൊണ്ട് ഈ പടത്തിന് നെയിം ചേഞ്ച് ചെയ്യണം എന്നിട്ടൊരു ഇഷ്യൂ വന്നില്ലേ സെൻസർ ബോർഡിന്റെ? എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ മൂവി കണ്ടു കഴിഞ്ഞതാണ്. ഇനി എങ്ങാനും ഇതിൽ ജാനകി എന്ന ക്യാരക്ടർ ഈ സ്മോക്ക് ചെയ്യണതും ആൽക്കഹോൾ കഴിക്കുന്നതും നൈറ്റ് പാർട്ടിക്കൊക്കെ പോണ സീനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സെൻസർ ബോർഡിന് ഇഷ്യൂ തോന്നിയതെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു എന്താണ് ഈ മറ്റേ സിനിമയുടെ ജോണറും ആ പേരൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തോന്നിയോന്ന് അറിയില്ല. എനിക്ക് കണ്ടപ്പോ ആ പേര് ചേഞ്ച് ചെയ്യണം എന്ന രീതിയിൽ എനിക്കതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു കാര്യം. അത് വിട്, ഞാൻ സിനിമയെ കുറിച്ച് പറയാനാ വന്നത്. ബാക്കി പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് വേണം സിനിമയിലൂടെ റിവ്യൂലോട്ട് കടക്കാനായിട്ട്. ശരിക്കും ഈ JSK എന്ന സിനിമ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് നേര് മൂവി ആയിട്ടാണ്. പക്ഷെ അതൊരു കറക്റ്റ് കമ്പാരിസൺ അല്ല. JSK എന്ന മൂവിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മൂവി ജനഗണമനയാണ്. അതിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്നു, ഇതിലും സുരേഷ് ഗോപി അഭിനയിച്ചിരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസമേ ആ പടത്തിലേ ഉള്ളൂ. സ്റ്റോറി ഏകദേശം ഒരു 60% സെയിം തന്നെയാണ്. വേഴ്സസ് സ്റ്റേറ്റ് വേഴ്സസ് ഗവൺമെന്റ് ആണ് മറ്റേ ജനഗണമന വേഴ്സസ് ഗവൺമെന്റ്. എനിക്ക് ശരിക്കും പറഞ്ഞ ആദ്യം ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് വേഴ്സസ് സ്റ്റേറ്റിനെ എങ്ങനെ പ്രതിയാകുന്നു, സ്റ്റേറ്റ് ആയിട്ട് ഈ സിനിമയ്ക്ക് ഒരു ബന്ധവും ഇല്ല, അങ്ങനെ സ്റ്റേറ്റിനെ പ്രതിയാക്കുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈവൻ ജനഗണമനയില് പൃഥ്വിരാജ് പറഞ്ഞ സെയിം ഡയലോഗ് എന്നെ സുരേഷ് ഗോപി ഈ സിനിമയിൽ 4-5 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ 4-5 പ്രാവശ്യം പറയേണ്ട കാര്യമില്ല, ഒറ്റൊരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരുന്നു. അതാണ് ചെറുതായിട്ട് പടത്തിന് നെഗറ്റീവിലോട്ട് പിന്നെ വരാം. പക്ഷെ ഒരുപാട് പോസിറ്റീവ് ഉള്ള പടമാണ്. അതായത് ജനഗണമനയിൽ ഒരു സീൻ ഉണ്ട്. അതായത് ഒരു സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ആ നീതി നിഷേധിക്കപ്പെടുന്നത് പോലീസുകാരാണെങ്കിൽ അവർക്ക് ഗവൺമെന്റിന്റെ അടുത്ത് പറയാം, ഗവൺമെന്റിന്റെ വേഴ്സസ് സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് ഗവൺമെന്റിനെ കുറ്റക്കാരായിട്ട് പറയാം. അവര് കാരണം കൊണ്ടാണ് നമുക്ക് നീതി കിട്ടാഞ്ഞത്, അവരാണ് നീതി ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്നൊരു ഡയലോഗ് പൃഥ്വിരാജ് കോട്ടി പറയുന്നുണ്ട്. പക്ഷെ ഈ സിനിമയില് അത് ഒരുപാട് പ്രാവശ്യം പറയുന്നത്, അതങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈവൻ ഇപ്പോ ജനഗണമന ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ സിനിമയും ഇഷ്ടപ്പെടും. ഏതെങ്ങാണ്ട് ക്യൂനിലും കുറെ ഡയലോഗ്സ് വരുന്നുണ്ട്. കാരണം ഈ മറ്റേ ഈ ക്യൂനിലെ ഡയലോഗില്ലേ, എന്താണ് ഈ അസമയം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 6 മണി 7 മണിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഒരു പെങ്കൊച്ച് പുറത്തു പോയി സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നൈറ്റ് ഫ്രണ്ട്സിനായിട്ട് കറങ്ങാനോ പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ ആദ്യം ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം എന്തിനു പോയി. പിന്നെ ആ വിക്ടിമിനെ കുറെ ഡിഫെയിം ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറെ വിക്ടിംസ് അവർക്ക് ഉള്ള ദുരനുഭവം പറയാതിരിക്കും. ആ ഒരു ടോപ്പിക് തന്നെയാണ് ഈ സിനിമയിലും JSKയിലും വരുന്നത്. സോ ഈ JSK ക്യൂണിലെ മറ്റേ കോർട്ടിലത്തെ ആ ഒരു കുറെ സീൻസ്, പിന്നെ ജനഗണമന ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ ആണ്, ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. ഇപ്പൊ ഈ പൊളിറ്റിക്സ് ആയിട്ട് ഈ പടത്തിന് മിക്സ് ചെയ്തത്. ഇപ്പൊ ജനഗണമന അറിയുമ്പോൾ കുറെ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു, കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ബേസ്ഡ് ഓൺ പൊളിറ്റിക്സ്. ഇതും അതേപോലെ തന്നെ കുറെ ഹേറ്റേഴ്സ് ഉണ്ടാവും, കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും ബേസ്ഡ് ഓൺ പൊളിറ്റിക്സ് തന്നെ. ഇതൊക്കെ മാറ്റിയിട്ട് ക്ലീൻ സ്ലേറ്റിൽ ഒരു മൂവി കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിവ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അപ്രോച്ചിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പൊളിറ്റിക്സ് ഈ പടത്തിൽ പറയുന്നതേ ഇല്ല. സോ ഇനി ഈ പടത്തിന്റെ റിവ്യൂ വരാം. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഈ പടത്തിന്റെ റിവ്യൂ പറയാൻ പറ്റില്ല. കാരണം ഇത് പൊളിറ്റിക്സ് ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് മൂവിയിലോട്ട് പോകുന്നത്. പോസിറ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ദിവ്യ പിള്ള, പിന്നെ ഇതിൽ ക്ലൈമാക്സിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ഇൻ ദ മൂവി, ശ്രുതി രാമചന്ദ്രൻ. ഈ 4 പേർക്കും പേരുടെ ആക്ടിങ് വാസ് ക്ലാസിക്, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സുരേഷ് ഗോപി ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് വരുന്നത്. സുരേഷ് ഗോപിക്ക് ഈയുടെ റോളുകൾ ശരിക്കും പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെയൊന്നും സുരേഷ് ഗോപി ഇല്ല. സുരേഷ് ഗോപി ഒരു ഫസ്റ്റ് ഹാഫിൽ സുരേഷ് ഗോപിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് കുറവാണ്. സുരേഷ് ഗോപി വരുന്ന സമയമൊക്കെ പടം നല്ല ഹൈ ആവുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ സുരേഷ് ഗോപിയുടെ കുറച്ച് ഡയലോഗ്സ്
അതായത് ഈ പറഞ്ഞ ഡയലോഗ്സ് തന്നെ വേഴ്സസ് സ്റ്റേറ്റ് അതൊരു 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. അത് ആ പടത്തിനൊരു ആ പടത്തിൽ നിന്ന് നമ്മ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സ്ക്രിപ്റ്റിൽ അത് അനാവശ്യമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ചെറിയ ഫീൽ വരുന്നുണ്ട്. അല്ലാതെ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സിലൊരു രണ്ട് ഡയലോഗ്സ് വരുന്നുണ്ട്. അതായത് ഒരു ഡയലോഗ് ആ സിനിമയിലായിട്ട് ബന്ധമില്ലാത്ത ഡയലോഗാണ്, എന്നാലും റെലവെന്റ് ആയ കാര്യം തന്നെയാണ്. അതും ചെറുതായിട്ട് സിനിമയിൽ നിന്ന് മാറുന്നു എന്നൊരു ഡൗട്ട് വന്നത് അതാണ്. അതായത് ബാത്റൂംസ്, അതായത് വീട്ടിൽ നിന്ന് ഇപ്പോ ബാത്റൂം യൂസ് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ലോങ് ഡ്രൈവ് പോവാന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ കയറാൻ പറ്റും. അപ്പൊ അതുപോലും നിർത്തി പെട്രോൾ പമ്പിൽ കയറ്റാൻ വാഷ്റൂം യൂസ് ചെയ്യാൻ കയറാൻ പറ്റില്ല എന്നാ പറയുന്നത്. അങ്ങനത്തെ അപ്പൊ ഇനി ഒന്നില്ലെങ്കിൽ തിരിച്ച് ഈ വാഷ്റൂം യൂസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും മാളുകളിൽ പോകണം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരണം. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ശരിക്കും സിനിമേനായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് കാര്യമാണ്. പിന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ അടുത്തൊക്കെ മാറി നിൽക്ക് കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗ്, അതും ഈ സിനിമയ്ക്ക് അത്രയ്ക്കും വേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയ പടം ഒരു സൂപ്പർ മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് പോയി കാണാൻ പറ്റിയ ഒരു കിടിലൻ സ്റ്റോറി ഉണ്ട്. പിന്നെ സ്റ്റോറിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം എന്റെ റിവ്യൂ കാണുന്ന കുറച്ച് പേരെ കാണുന്നുള്ളൂ. അവർ പറയുന്നുണ്ട്, ഞാൻ പറയുന്ന റിവ്യൂ പാറ്റേൺ തെറ്റാണ്. കാരണം പടത്തിലെ മെയിൻ കാര്യങ്ങളും പ്ലോട്ടുകളും റിവ്യൂയിലൂടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം റിവ്യൂ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റോറിനെ കുറിച്ച് ഒന്നും ഞാൻ വിടുന്നില്ല. ഇത് വായ വന്ന സ്പോയിലർ ആവും, കാരണം അത്രയ്ക്കും ഡെപ്ത് ഉള്ള മൂവിയാണത്. പിന്നെ ഈ മൂവിയില് അനുഭവയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. കുറെ വർഷങ്ങൾക്ക് ശേഷം അനുഭവം ഇപ്പോൾ വരുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ആ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ കറക്റ്റ് നമുക്ക് കൺവേ ചെയ്തിരുന്നുണ്ട് സിനിമയില് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴൊക്കെ. പക്ഷെ അനുഭവയുടെ ഒരു ഡയലോഗ് അതിൽ കുറച്ച് വിമർശനം വന്നാണ്. പല യൂട്യൂബേഴ്സും വിമർശനം പറഞ്ഞതാണ്. പക്ഷെ എനിക്കതൊരു വിമർശനമായിട്ട് തോന്നിയില്ല. കാരണം തുടക്കം ഒരു കാര്യം അത് നമുക്ക് നടത്താം എന്ന് പറയുമ്പോൾ അനുഭവം പറയും അത് വേണ്ട. പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ യഥാർത്ഥ പ്രതി ആരാന്ന് അറിയുമ്പോൾ അത് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു അനുഭവം പറയുന്ന ഒരു സീനുണ്ട്. ഇപ്പൊ ഈ റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, പക്ഷെ കണ്ട ആൾക്കാർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. എന്താണ് അങ്ങനെ ഒരു ആദ്യം വേണ്ട പിന്നെ വേണം എന്ന് പറഞ്ഞത് ഒരു, പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് കണക്റ്റായി. അത് പടം ഒട്ടിറ്റിൽ ഇറങ്ങിയ ശേഷം വേണമെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാം. ഈവൻ ആ ക്യാരക്ടറും സൂപ്പർ ആയിരുന്നു. പിന്നെ ദിവ്യ പിള്ളയുടെ ക്യാരക്ടറുള്ള ശ്രുതി രാമചന്ദ്രൻ, ക്ലൈമാക്സ് ഫുള്ളും ശ്രുതി രാമചന്ദ്രൻ കൊണ്ടുപോയി. ക്ലൈമാക്സ് 2-3 സീനേ ഉള്ളൂ, പക്ഷെ അത് പക്കയായിരുന്നു. പടം ഫുൾ ആ ഒരു ക്യാരക്ടറിലാണ് അവസാനിക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ 2 ക്യാരക്ടറാണ് മാധവ് സുരേഷും അസ്കർ അലി. ഒരു മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും 1-2 മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. അത് എങ്ങനെയെങ്കിൽ അഭിനയിച്ച് വരുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. ഒരാൾക്കും സ്റ്റാർട്ടിങ് മൂവി വന്നിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് നമ്മളെ ത്രസിപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവർക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെയാണ്, വലിയ വെറുപ്പിക്കലൊന്നുമല്ല. സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. എല്ലാം പെർഫെക്റ്റ് ആക്കണം എന്ന് പറയുന്ന ആ ചിന്താഗതി തന്നെ മാറ്റാം. അവർ ഓക്കെയാണ്, അവരിങ്ങി ഭാവിയിൽ സൂപ്പർ ആവും 100%. പിന്നെ ഈ പടത്തിന് വില്ലന്റെ ക്ലൈമാക്സ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ഫൈറ്റ് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ക്ലൈമാക്സ് ഫൈറ്റിന്റെ കോറിയോഗ്രാഫി അത്രയ്ക്കും ഓക്കെ ആയി തോന്നിയില്ല. കാരണം സ്റ്റണ്ട് നല്ല രീതിക്ക് കോറിയോഗ്രാഫി ചെയ്യാത്തതുകൊണ്ട് ക്ലൈമാക്സിലെ വില്ലന്റെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങനെ എടുത്തു കാണില്ല. വില്ലന്റെയും ക്ലൈമാക്സ് പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ ബൈജു ചേട്ടൻ തുടക്കവും അവസാനവും വരുന്നത്, ബൈജു ചേട്ടൻ സ്ക്രീനിൽ വരുന്നത് സൂപ്പർ ആയിരുന്നു. പിന്നെ സീരിയലിലൊരു സീരിയലിലൊക്കെ കണ്ട ഒരു ആക്ടർ ഉണ്ടായിരുന്നു. ആളും തിരക്കേടില്ലാതെ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പോസിറ്റീവ് ഉള്ള പടമാണ് അത്. നെഗറ്റീവ് കുറച്ചുണ്ട്, അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ഉദ്ദേശിച്ചത് സ്റ്റേറ്റ് ആണ് പ്രതി, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ മന്ത്രിമാരോ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ആൾക്കാരാണ് ഇതിലെ പ്രതി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ഉദ്ദേശിക്കുന്നത്
ഒരു സാധാരണ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ അത് നമ്മുടെ പോലീസുകാരെ കാരണം കൊണ്ടോ വക്കീലുമാരെ കാരണം കൊണ്ടോ ആ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെയാണ്. സെയിം ആസ് ജനഗണമനയിൽ പൃഥ്വിരാജ് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെ. അങ്ങനെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതേപോലെ തന്നെ അതാണ്ട് ഇതൊരു പ്രോപ്പഗണ്ട ആയിട്ട് തലയിലോട്ട് വെക്കണ്ട. കുറച്ചുകൂടി ഡയലോഗ്സ് ഉണ്ട് പ്രോപ്പഗണ്ട. ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും 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 പിന്നെ അനാവശ്യം കുറച്ച് ഡയലോഗ് അതൊക്കെ അങ്ങനെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് പടം കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയെ കാണാന്ന് വെച്ചിട്ട് ഓക്കെ മൂവിയാണ്, നല്ല റെലവെന്റ് ടോപ്പിക്കുമാണ്, എല്ലാവർക്കും പോയി കാണാവുന്ന പടം തന്നെയാണ്. നെഗറ്റീവും പോസിറ്റീവും പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഓക്കെ, നല്ലൊരു 80% 85% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ UAE അതിന് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഇന്നലെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഫ്രണ്ടിലത്തെ രണ്ടോ റോ വെച്ച് പടം ഫുൾ തന്നെയായിരുന്നു. എല്ലാവരും പോയി കാണാം, അതിന്റെ അഭിപ്രായം പറയാം. പിന്നെ കുറച്ച് ലെങ്ത് കൂടുതലുള്ള മൂവിയാണ്, കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാവരും പോയി കാണാം, എൻജോയ് ചെയ്യാം. ബൈ.